നമസ്കാരം എല്ലാ കുട്ടികൾക്കും. വിജുകുമാർ സാറാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. അപ്പം നമുക്ക് ഓണം എക്സാമിനായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും നിങ്ങളത് ഫോക്കസ് ചെയ്ത് അത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് മനുഷ്യരിലെ പ്രത്യുൽപാദനം, അല്ലേ? അതായത് ഹ്യൂമൻ ബീയിങ്സിന് സിമിലർ ആയിട്ടുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദ എബിലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു പ്രൊഡ്യൂസ് യങ് വൺസ് സിമിലർ ടു ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിന് സിമിലർ ആയിട്ടുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് എന്താ പഠിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനകത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറും, പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഓർഗൻസിൽ നിന്ന് ഗമേറ്റുകൾ ഉണ്ടാകുന്നത് എങ്ങനെ, അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെ, അത് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം അത് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും, എംബ്രിയോ ഡെവലപ്പ് ചെയ്തൊരു ഓർഗാൻസ് ആയിട്ട് മാറും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് സ്ക്രോട്ടൽ സാക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്, പിന്നെ മെയിൽ ആക്സസറി ഡക്സ്, മെയിൽ ആക്സസറി ഗ്ലാൻസ്, പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതിലെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പോസ്റ്റീരിയർ റീജിയനിൽ ബോഡിക്ക് പുറത്തായിട്ടാണ് ഇത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്സസിനെ ആവരണം ചെയ്തുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു മെംബ്രേനിയസ് കോട്ടിങ് വരുന്നുണ്ട്. അതിന് പറയുന്ന പേര് ടൂണിക്ക ആൽബുജീനിയ എന്ന് പറയും. ആ പേരൊന്ന് ഓർമ്മ വെച്ചോണം. ടെസ്സസിനെ കവർ ചെയ്തുകൊണ്ട് വരുന്ന മെംബ്രേനിയസ് കോട്ടിങ്ങിന് പറയുന്ന പേരാണ് ടൂണിക്ക ആൽബുജീനിയ. ഇനി ഈ ടെസ്സസ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെ, സഞ്ചി പോലത്തെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനകത്താണ് ഈ ടെസ്റ്റസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് സ്ക്രോട്ടൽ സാക്ക്. ഓക്കെ, ഈ ടെസ്റ്റസ് കിടക്കുന്നത് സാക്ലൈക്ക് സ്ട്രക്ചറിലുള്ള ഒരു മെംബ്രേനിയസ് കോട്ടിങ്ങില്ല. അതിന് വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ ഈ ടെസ്റ്റസിനകത്ത് കോയിൽഡ് ആയിട്ടുള്ള കുറേ ട്യൂബുകളുണ്ട്. അതിന് പറഞ്ഞ പേര് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് അതിൽ നിന്ന് മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ എന്തുവാണ്, ഈ ടെസ്റ്റസിനകത്തുനിന്ന് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഈ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. കണ്ടോ, നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ടെസ്റ്റസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ ശരിയായ രീതിയിൽ സെൽ ഡിവിഷൻ നടന്ന് അതിൽ നിന്ന് മെയിൽ ഗമേറ്റ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ഓർമ്മ വെച്ചോണം. അപ്പം സ്ക്രോട്ടൽ സാക്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ് റിമെയിൻസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ ദ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പം നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും നോർമലായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ നമ്മുടെ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്ന് 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം. റെഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ സ്പെംസിൻ്റെ പ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ നടക്കത്തുള്ളൂ. അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഈ സ്ക്രോട്ടൽ സാക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചോണം, ഈ രണ്ട് കാര്യങ്ങൾ. ടെസ്റ്റസിനെ ആവരണം ചെയ്ത മെംബ്രേനിയസ് കോട്ടിങ്, ടൂണിക്ക ആൽബുജീനിയ, പിന്നെ സ്ക്രോട്ടൽ സാക്കിൻ്റെ ഫംഗ്ഷൻ.
ഓക്കെ. പിന്നെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, ബൾബോ യൂറത്ര ഗ്ലാൻഡ്സ്, ഈ 3 എണ്ണമാണ്. ഓക്കെ. ഇനി ഇതിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോർട്ടസ്റ്റ് പോലെ നമുക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്? സ്പെർമാറ്റോജെനിസിസ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 ഷോർട്ടസ്റ്റ് പോലുള്ള 2 ടോപ്പിക്കുണ്ട്. ഒന്ന് സ്പെർമാറ്റോജെനിസിസ്, 2 ഊജെനിസിസ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്കപ്പോൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ ഈ റിപ്രൊഡക്റ്റീവ് ഓർഗനിൽ നിന്ന് ഗമറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഗമറ്റോജെനിസിസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും, അല്ലെങ്കിൽ ഗമറ്റോജെനിസിസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്പെർമാറ്റോജെനിസിസ്, രണ്ടാമത്തെ ഊജെനിസിസ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പെർമാറ്റോജെനിസിസ് ആണ്. ഇതിൻ്റെ ഡയഗ്രം നമുക്ക് തന്നിട്ട് ഇതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കാരണവശാലും ഇത് നോക്കാതിരിക്കരുത്. ഓക്കെ. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് നമുക്ക് നോക്കാം. സ്പെർമാറ്റോജെനിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റസിനകത്തുനിന്ന് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ്. അപ്പോൾ ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ്. അതിൽ ഒന്നാമത്തത് സ്പെർമാറ്റോസൈറ്റോജെനിസിസ്, രണ്ടാമത്തത് മിയോസിസ്, മൂന്നാമത്തത് സ്പെർമിയോജെനിസിസ്. ഓക്കെ. അതിൽ ഈ സ്പെർമാറ്റോസൈറ്റോജെനിസിസ് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. അതിലൊന്നാമത്തേനെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്നും ഗ്രോത്ത് ഫേസ്. ഇപ്പോൾ സ്പെർമാറ്റോസൈറ്റോജെനിസിസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. അത് ഒന്നാമത്തേനെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്നും രണ്ടാമത്തത് ഗ്രോത്ത് ഫേസ് എന്നും പറയും. ഓക്കെ. അപ്പം ഈ ടെസസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള കുറേ ട്യൂബുകളുണ്ട്. ഈ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബിൾസ് എന്ന് പറയും. ഇതിൻ്റെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന സെല്ലുകൾ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സെല്ലാണ്. ആ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സെല്ലുകൾക്ക് പറയുന്ന പേരെന്താ? ജേം സെൽസ് എന്ന് പറയും. ഈ ജേം സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസ്, മിയോസിസ് തുടങ്ങിയ പ്രോസസ്സുകൾക്ക് വിധേയമായിട്ടാണ് അതിൽ നിന്ന് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഇന്നർ വാൾസിലുള്ള ഒരു സെല്ലാണ് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജേം സെൽ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും. ഓക്കെ. കണ്ടോ? എന്നിട്ട് അപ്പോൾ ഇതിനകത്തുള്ള പകുതി ക്രോമസോം ഇതിനകത്തും പകുതി ക്രോമസോം ഇതിനകത്തും പോകും. അതിനുശേഷം ക്രോമസോം ഇരട്ടിച്ച് പെട്ടെന്ന് ഡിപ്ലോയ്ഡ് കണ്ടീഷനിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും ഇത് സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 2 സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും. ഈ 4 സെല്ലുകൾക്ക് പറഞ്ഞ പേരാണ് സ്പെർമാറ്റോഗോണിയ എന്ന് പറയും. ഓക്കെ. എന്നിട്ട് ഈ 4 ഒരു സെല്ല് മാത്രം എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസിൽ സെല്ലായിട്ട് മാറും. ഇതിന് പറഞ്ഞ പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. ഇതെന്നിട്ട് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കണ്ടോ? ആദ്യം ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അത് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറും. എന്നിട്ട് ഈ 2 വീണ്ടും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 4 സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് 2 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. ഈ സെല്ലുകൾക്ക് പറഞ്ഞ പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 4 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. ഈ മാറുന്ന 4 ഹാപ്ലോയിഡ് സെല്ലുകൾക്ക് പറഞ്ഞ പേരെന്താ? സ്പെർമാറ്റിഡ്സ് എന്ന് പറയും. കണ്ടോ? ഈ മാറുന്ന 4 ഹാപ്ലോയിഡ് സെല്ലുകൾക്ക് പറഞ്ഞ പേര് സ്പെർമാറ്റിഡ്സ് പറയും. അപ്പോൾ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന ഈ സെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നും ഓവൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഓരോന്നും പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് ഇങ്ങനെ മാറുക ചെയ്യുന്നത്. എന്നിട്ട് ഈ ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഓരോന്നും ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം സെമിനിവറസ് ട്യൂബ്യൂൾസ്, ടെസ്റ്റസിലെ സെമിനിവറസ് ട്യൂബ്യൂൾസിൻ്റെ ഇന്നർ വാൾസ് കാണപ്പെടുന്ന ഒരു സെല്ല് അതാണ് ജേം സെല്ല്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് 4 ഡിപ്ലോയിഡ് സ്പെർമാറ്റോഗോണി എന്ന് പറയുന്ന സെല്ലുകളായിട്ട് മാറുന്ന ഇത്രയും പ്രോസസ്സിന് വന്ന പേരാണ് ഒന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയും. ഓക്കെ. എന്നിട്ട് ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രം എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസ്ഡ് സെല്ലായിട്ട് മാറും. ഇത് എൻലാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഈ 3 സെല്ലുകൾ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ സെല്ലുകൾ ഈ 3 സെല്ലുകൾ അങ്ങ് ഡീജനറേറ്റ് ചെയ്തു പോകും. അപ്പം ഈ 3 സെല്ലുകളിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഈ ഒരെണ്ണത്തിന് കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു സ്പെർമാറ്റോഗോണി എന്ന് പറയുന്ന സെല്ല് എൻലാർജ് ചെയ്ത ഒരു ലാർജ് സൈസ്ഡ് ഡിപ്ലോയിഡ് സെല്ലായിട്ട് ഇങ്ങനെ മാറും. കണ്ടോ, മാറുന്ന ഇത്രയും പ്രോസസ്സാണ് രണ്ടാമത്തത് ഗ്രോത്ത് ഫേസ്. ഓക്കെ. ഇനി ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിങ്ങനെ 4 ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന സെല്ലുകളായിട്ട് മാറുന്ന ഇത്രയും പ്രോസസ്സാണ് രണ്ടാമത്തെ മിയോസിസ്. ഓക്കെ. എന്നിട്ട് ഈ ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഓരോന്നും ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന ഇത്രയും പ്രോസസ്സാണ് മൂന്നാമത്തെ സ്പെർമിയോജെനിസിസ്. കണ്ടോ? അപ്പം മക്കളെ, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഡയഗ്രാം നമുക്ക് എക്സാമിന് തരും. എന്നിട്ട് ഇതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് 3 സ്റ്റെപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്പെർമാറ്റോസൈറ്റോജെനിസിസ്, അതിന് തന്നെ വീണ്ടും 2 സ്റ്റേജുകളുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഇത് ഗ്രോത്ത് ഫേസ്. പിന്നെ മിയോസിസ്, അതാണ് തന്നെ ഈ ഇത്രയും നടക്കുന്ന സംഭവമാണ് മിയോസിസ്. പിന്നെ ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഇതെല്ലാം ഹാപ്ലോഡ് ആയിരിക്കും. അത് ഓരോന്നും ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ്. ദ പ്രോസസ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓവൽ ഷേപ്പ്ഡ് സ്പെർമാറ്റിഡ്സ് ഇൻ ടു എ ഫങ്ഷണൽ സ്പേം ഈസ് നോൺ ആസ് സ്പെർമിയോജെനിസിസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. സ്പെർമാറ്റോജെനിസിസ് എന്താണെന്നുള്ളത് ഇത് ഷോർട്ടസ്റ്റ് പോലെ പഠിച്ചു വെച്ചോണം. ഓക്കെ. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ഇതുപോലെ ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഊജനിസിസ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ഇവർ ചോദിക്കുന്നതാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തോണം. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഊജനിസിസ്. ഓക്കെ. അപ്പോൾ ഊജനിസിസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഓവറിയാണ്. ഓവറിയിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള ഓവം അഥവാ എഗ്ഗ് ഫോം ചെയ്യുന്ന ഇതാണ് ഓവറി. ഓക്കെ. അപ്പോൾ ഈ ഓവറിയുടെ ഇന്നർ വാൾസിലുള്ള ഓരോ സെല്ലുകളും ഡിപ്ലോയിഡാണ്. ആ ഡിപ്ലോയിഡായിട്ടുള്ള ഓരോ സെല്ലുകൾക്കും പറഞ്ഞ പേരെന്താ? ജേം സെൽ എന്ന് പറയും. ഈ ജേം സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസ്, മിയോസിസ് തുടങ്ങിയ പ്രോസസ്സുകൾക്ക് വിധേയമായിട്ടാണ് അതിൽ നിന്ന് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ്ഗ് അഥവാ ഓവം ഫോം ചെയ്യുന്നത്. ഉണ്ടാകും. അപ്പോൾ ഈ ഓവറിൽ നിന്ന് ഓവം ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഊജനിസിസ് ആണ്. ദ പ്രോസസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗമേറ്റ് ലൈക്ക് ഓവം ഇൻ ഓവറി ഈസ് നോൺ ആസ് ആണ് എന്തോന്ന്? ഊജനിസിസ്. അപ്പോൾ ഈ ഊജനിസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റേജുകളിലായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തെ ഫേസ് ഓഫ് ഗ്രോത്ത്, മൂന്നാമത്തെ ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പിലായിട്ട് തന്നെ നമ്മളിത് എഴുതുകയും ചെയ്യണം. അപ്പം സ്പെർമാറ്റോജെനിസിസ്, ഊജനിസിസ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കാരണവശാലും ഇത് നോക്കാതിരിക്കരുത്. ഓക്കെ. അപ്പം ഊജനിസിസും സ്പെർമാറ്റോജെനിസിസ് പോലെ തന്നെ ഷോർട്ടസ്റ്റ് പോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഊജനിസിസ്. അപ്പം ഊജനിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തെയാണ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഫേസ് ഓഫ് ഗ്രോത്ത്, ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഓക്കെ. അപ്പം ഈ ഓവറുടെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന ഈ ഓരോ സെല്ലുകൾക്ക് നമ്മൾ പറഞ്ഞ പേരെന്താ? ജേം സെൽ എന്ന് പറയും. അതിലെ ഒരു ജേം സെല്ലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓവറുടെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന ഓരോ സെല്ലുകളും ഡിപ്ലോയിഡ്. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓരോ സെല്ലുകൾക്കും പറഞ്ഞ പേരെന്താ? ജേം സെൽ എന്ന് പറയും. അപ്പം ഓവറുടെ ഇന്നർ വാൾസിലുള്ള ഒരു സെല്ലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതിനെ ജെർമിനൽ എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ പ്രൈമറി ജേം സെൽ, ഷോർട്ടായിട്ട് ജേം സെൽ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഈ ജേം സെല്ല് ഇത് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും? 2 സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും.
ഓക്കെ, 2 സെല്ലുകളായിട്ടാണ് മാറുന്നത്. അപ്പം ഇത് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട് മാറുമ്പം ഇതിനകത്തിലെ പകുതി ക്രോമസോം ഇതിലും പോവും, പകുതി ഇതിനകത്തും പോവും. ഓക്കെ, വീണ്ടും ക്രോമസോം ഇരട്ടിച്ച് ഡിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് എത്തിയതിനു ശേഷം ഇത് വീണ്ടും സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 2 സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും. ഓക്കെ, ഇതും അതുകൂട്ട് തന്നെ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 2 സെല്ലുകളായിട്ട് മാറും. ഈ ഉണ്ടാകുന്ന ഈ 4 സെല്ലുകൾക്ക് പറഞ്ഞ പേരാണ് ഊഗോണിയ എന്ന് പറയും. ഈ 4 സെല്ലുകൾക്ക് പറഞ്ഞ പേര് ഊഗോണിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഓരോന്നും ഡിപ്ലോയിഡ് ആയിരിക്കും. മൈറ്റോസിസിലൂടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സെല്ലുകൾ എത്ര എണ്ണം ഉണ്ടായാലും അതെല്ലാം എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. അപ്പോൾ ഈ 4 ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയ എന്ന് പറയുന്ന സെൽസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒരു ജെം സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് 4 ഡിപ്ലോയിഡ് ഊഗോണിയ എന്ന് പറയുന്ന സെല്ലുകളായിട്ടങ്ങ് മാറും. ഓക്കെ, എന്നിട്ട് ഈ 4 എണ്ണത്തിലെ ഈ ഒരെണ്ണം മാത്രം എൻലാർജ് ചെയ്ത് ഒരു ലാർജ് സൈസ്ഡ് സെല്ലായിട്ട് ഇങ്ങനെ മാറും. കണ്ടോ, ഇത് എൻലാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഈ 3 സെല്ലുകൾ സപ്ലൈ കൊടുത്തിട്ട് ഈ 3 സെല്ലുകൾ അങ്ങ് ഡീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 സെല്ലുകളിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഈ ഒരെണ്ണത്തിന് കിട്ടിക്കഴിയുമ്പം ആ ഒരു സെല്ല് മാത്രം എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസ്ഡ് സെല്ലായിട്ട് മാറും. ഈ എൻലാർജ് വരുന്ന ലാർജ് സൈസ്ഡ് സെല്ലിന് പറഞ്ഞ പേരാണ് പ്രൈമറി ഊസൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈ പ്രൈമറി യൂസൈറ്റ് ഇത് ഫസ്റ്റ് ഇനി ഇത് ഇവിടുന്ന് താഴോട്ട് ഇനി നടക്കുന്ന മിയോസിസ് ആണ്. ഈ പ്രൈമറി യൂസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഒരു സ്മാൾ സൈസ്ഡ് സെല്ലും ഒരു ലാർജ് സൈസ്ഡ് സെല്ലുമായിട്ട് ഇങ്ങനെ അങ്ങ് മാറും. ഈ ഉണ്ടാകുന്ന സ്മാൾ സൈസ്ഡ് സെല്ലിന് പറഞ്ഞ പേര് പോളാർ ബോഡി എന്നും ലാർജ് സൈസ്ഡ് സെല്ലിന് പറഞ്ഞ പേര് സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയും. എന്നിട്ട് ഈ സെക്കൻഡറി ഊസൈറ്റ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തൊരു സ്മാൾ സൈസ്ഡ് സെല്ലും ഒരു ലാർജ് സൈസ്ഡ് സെല്ലുമായിട്ട് ഇങ്ങനെ മാറും. ഈ ഉണ്ടാകുന്ന ലാർജ് സൈസ്ഡ് സെല്ലിന് പറഞ്ഞ പേരാണ് ഊറ്റിഡ് എന്ന് പറയും. ഈ ഉണ്ടായ സ്മാൾ സൈസ് സെല്ലിന് പറഞ്ഞ പേരാണ് സെക്കൻഡ് പോളാർ ബോഡി എന്ന് പറയും. എന്നിട്ട് ഇത് ഫസ്റ്റ് പോളാർ ബോഡി. ഈ ഫസ്റ്റ് പോളാർ ബോഡി സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ 2 സ്മാൾ സൈസ്ഡ് സെല്ലുകളായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഈ ഉണ്ടായ ഈ 3 സെൽസും നമ്മൾ പറയുന്ന പേരെന്താ, സെക്കൻഡ് പോളാർ ബോഡീസ് എന്ന് പറയും. സെക്കൻഡ് പോളാർ ബോഡീസ്. ഓക്കെ, എന്നിട്ട് ഈ ലാർജ് സൈസ് സെല്ലിനെയാണ് നമ്മൾ ഊറ്റഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഊറ്റഡ് ആണ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്, ഒരു ഫങ്ഷണൽ എഗ് അഥവാ ഓവോ ആയിട്ട് മാറുന്നത്. ഊറ്റിഡാണ് ഡെവലപ്പ് ചെയ്തൊരു ഫങ്ഷണൽ എഗ് അഥവാ ഓവോ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓവറുടെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന ഒരു ജെം സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് അത് ഡിവൈഡ് ചെയ്തിങ്ങനെ 4 ഡിപ്ലോയിഡ് ഊഗോണിയായിട്ട് മാറുന്ന ഇത്രയും സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഒന്നാമത്തെ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. കണ്ടോ, ഇനി ഈ 4 എണ്ണത്തിലെ ഒരെണ്ണം മാത്രം എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസ്ഡ് ഡിപ്ലോയിഡ് പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറുന്ന ഇത്രയും പ്രോസസ്സിന് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പിന് പറഞ്ഞ പേരാണ് രണ്ടാമത്തെ ഫേസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഇനി ഈ ഡിപ്ലോയിഡ് പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യും, മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നൊരു ഫങ്ഷണൽ എഗ് അതോ ഓവോ ഉണ്ടാകുന്ന ഇത്രയും പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഏത്, മൂന്നാമത്തെ ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഈ പോളാർ ബോഡീസ് പിന്നെ ഇതെന്ത് ചെയ്യും, അതങ്ങ് ഡീജനറേറ്റ് ചെയ്തു. ഓക്കെ, ഈ പ്രൈമറി യൂസൈറ്റ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നൊരു ഫങ്ഷണൽ എഗ് അഥവാ ഓവോ ഉണ്ടാകുന്ന ഇത്രയും സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ ഫേസ് ഓഫ് മെച്ചുറേഷൻ എന്നറിയപ്പെടുന്നത്. കണ്ടോ, അപ്പം ഇതിൻ്റെ ഈ ഡയഗ്രം നമുക്ക് എക്സാമിന് തരും. എക്സാമിന് തന്നിട്ട് ഇതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു ഷോർട്ട് എസ്സേ പോലെ
ഈ യൂജനിസിസ് ഷോർട്ടസ്റ്റ് പോലെ മനസ്സിലാക്കി വെക്കണം. ഇത് 3 സ്റ്റെപ്പുകളായിട്ടാണ്, അല്ലെങ്കിൽ 3 സ്റ്റേജുകൾ, അല്ലെങ്കിൽ 3 ഫേസുകളായിട്ടാണ് ഈ യൂജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തെ ഫേസ് ഓഫ് ഗ്രോത്ത്, മൂന്നാമത്തെ ഫേസ് ഓഫ് മെച്ചുറേഷൻ. അതിൽ ഇത്രയും സ്റ്റെപ്പാണ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഈ പ്രൈമറി യൂസൈറ്റായിട്ട് മാറുന്ന ഈ ഒരു യൂഗോണിയ എൻലാർജ് ചെയ്തൊരു ലാർജ് സൈസിൽ ഡിപ്ലോയ്ഡ് പ്രൈമറി യൂസൈറ്റായിട്ട് മാറുന്ന ഇത്രയും സ്റ്റെപ്പാണ് രണ്ടാമത്തെ ഫേസ് ഓഫ് ഗ്രോത്ത്. പിന്നെ ഈ ഡിപ്ലോയ്ഡ് പ്രൈമറി യൂസൈറ്റ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നൊരു ഫങ്ഷണൽ എഗ് ഓവോ ഉണ്ടാകുന്ന ഇത്രയും പ്രോസസ്സാണ് ഏത് മൂന്നാമത്തെ ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു കാരണവശാലും ഇത് നോക്കാതിരിക്കരുത്. ഓക്കെ, ഇതിൻ്റെ ഡയഗ്രാം തന്നിട്ട് ഇതിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിൾ എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. ഇതിൽ നിന്ന് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യനെങ്കിലും ഉറപ്പായിട്ട് കയറി ചോദിക്കുന്നതാണ്. മനസ്സിലായി? ഓക്കെ, അപ്പം മക്കളെ മെൻസ്ട്രുവൽ സൈക്കിൾ എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഓവറിയാണ്, ഇത് ഓവിഡക്റ്റ്, ഇത് യൂട്രസ്, ഇത് വജൈന, അല്ലേ? അപ്പോൾ ഈ ഓവറിൽ നിന്നാണ് എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. ഓവറിക്കകത്ത് ഊജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നിട്ട് എഗ്ഗ് ഫീമെയിൽ ഗമേറ്റായിട്ടുള്ള എഗ്ഗ് ഫോം ചെയ്യും. എന്നിട്ട് അത് നേരെ ഓവിഡക്റ്റിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ, ഓവറിൽ നിന്ന് നേരെ ഓവിഡക്റ്റിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഓവിഡക്റ്റിനകത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഓവിഡക്റ്റിനകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് നേരെ യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നേരെ വന്ന് യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഏതാനും ദിവസങ്ങൾ യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 28 ഡേയ്സൊക്കെ അങ്ങോട്ട് 28 ഡേയ്സ് ഇങ്ങോട്ട് ആകാറാകുന്ന ആ സമയത്ത് എന്ത് ചെയ്യും? ഈ എഗ്ഗ് ഈ ഓവിഡക്റ്റിൻ്റെയും അതുപോലെ യൂട്രസിൻ്റെയും ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ റപ്ചർ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് ഫ്ലേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങും, ഇളകാൻ തുടങ്ങും. ഓക്കെ, ആ സമയത്ത് ഇതിൻ്റെ ഇന്നർ വാൾസുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ബ്ലഡ് വെസൽസ് എല്ലാം ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ എഗ്ഗും 28, 29 ദിവസം അങ്ങോട്ടാകുമ്പോൾ എന്ത് ചെയ്യും? എഗ്ഗും അങ്ങ് ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ബ്ലഡ് വെസൽസ് പൊട്ടി ഉണ്ടാകുന്ന ബ്ലഡും, അതുപോലെ തന്നെ എഗ്ഗ് ബേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫ്ലൂയിഡും, അതുപോലെ ഫ്ലേക്ക് ഓഫ് ചെയ്യുന്ന സെല്ലുകളും എല്ലാം കൂടെ ദ്രാവക രൂപത്തിൽ എന്ത് ചെയ്യും? വജൈനയിലൂടെ വെളിയിലോട്ടിങ്ങ് പോരും. ഓക്കെ, വജൈനയിലൂടെ വെളിയിലോട്ട് വരും. ഈ വെളിയിലോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഓരോ മാസവും ഇതിങ്ങനെ സൈക്ലിംഗ് മാനറിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സൈക്ലിംഗ് മാനറിൽ നടക്കുന്ന ഈ ഒരു റിയാക്ഷന് പറഞ്ഞ പേരാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ഇതിങ്ങനെ ഓരോ മാസവും സൈക്കിൾ. ഇപ്പോൾ ഈ മാസം ഈ ഓവറിൽ നിന്നാണ് എഗ്ഗ് റിലീസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് ഈ ഓവറിൽ നിന്നാണ് എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 ഓവറിൽ നിന്ന് ഓരോ മാസം എഗ്ഗ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമാണ് അത് ഏതാനും ദിവസം യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം അത് ബേസ്റ്റ് ചെയ്ത് ദ്രാവക രൂപത്തിൽ വെളിയിലോട്ടേക്ക് പോരുന്നത്. അതിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ സൈക്ലിംഗ് മാനറിൽ ഓരോ മാസവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രോസസ്സ്. ഈ സൈക്ലിംഗ് മാനറിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ. ഇതിന് വേറെ ഒരുപാട് പേരുകളുണ്ട്. ഹ്യൂമൻ ഓവേറിയൻ സൈക്കിൾ, ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്നൊക്കെ, ഇങ്ങനെ ഒരു ഹ്യൂമൻ സെക്ഷൽ സൈക്കിൾ, ഇങ്ങനെ ഒരുപാട് പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തേത് പറഞ്ഞ പേരാണ് മെൻസ്ട്രുവൽ ഫേസ്, രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ്, മൂന്നാമത്തത് ഓവുലേറ്ററി ഫേസ്, നാലാമത്തത് ലൂട്ടിയൽ ഫേസ്. ചിലപ്പം ഈ 4 സ്റ്റേജുകൾ മെൻസ്ട്രുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര സ്റ്റേജുകളിലായിട്ടാണ്. അപ്പോൾ ഈ 4 സ്റ്റേജുകൾ ചിലപ്പോൾ ഈ സ്റ്റേജുകൾ മാത്രം എഴുതാനായിട്ട് കയറി ചോദിക്കും. ഓക്കെ, പിന്നെ ഈ ഓരോ സ്റ്റേജിലും നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം ആ വൺ വേർഡ് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്റ്റേജുകളിലായിട്ടാണ്. അതിലൊന്നാമത്തേനെ മെൻസ്ട്രുവൽ ഫേസ്, 2 ഫോളിക്കുലാർ ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 ലൂട്ടിയൽ ഫേസ്.
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രുവൽ ഫേസ് ആണ്. മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുമ്പം ഇതാണ്. ഇപ്പോൾ ഓവറിൽ നിന്ന് ഒരു എഗ്ഗ് റിലീസ് ചെയ്ത് അത് നേരെ ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്തു. എന്നിട്ട് ഓവിഡക്റ്റ് കൂടെ ഏതാനും 4 to 6 ഡേയ്സോളം അത് നേരെ ഓവിഡക്റ്റ് കൂടെ മൂവ് ചെയ്യും. ആ സമയത്ത് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പെംസ് ചെന്നിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇല്ലെങ്കിൽ നേരെ അത് യൂട്രസിനകത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് ഏതാനും ദിവസം അത് യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ അത് യൂട്രസിനകത്ത് ഫിക്സ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 28 ഡേയ്സ് ഒക്കെ അങ്ങോട്ട് ആകാറാകുമ്പോഴത്തേനും ഈ ഓവിഡക്റ്റിൻ്റെയും യൂട്രസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യൂട്രസിൻ്റെ വാൾസ് എന്ന് പറഞ്ഞാൽ 3 ലെയറായിട്ടാണ് കമ്പോസ് ഇരിക്കുന്നത്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. ഇന്നർ ലെയർ എന്ന് പറയുന്ന പേരെന്താ? എൻഡോമെട്രിയം. മിഡിൽ ലെയറിന് മയോമെട്രിയം, ഔട്ടർ ലെയറിന് പെരിമെട്രി അഥവാ എക്ടോമെട്രി എന്ന് പറയും. ഓക്കെ, ഇന്നർ ലെയർ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രി ആണ്. അപ്പം ഈ 28 ഡേയ്സ് അങ്ങോട്ട് ആകാറാകുന്ന ആ ടൈമിലാണ് ഈ ഓവിഡക്റ്റിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ പതുക്കെ ഫ്ലേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നിട്ട് യൂട്രസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകളും പതുക്കെ ഫ്ലേക്ക് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എഗ്ഗ് ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഫ്ലൂയിഡ് രൂപത്തിൽ ഇതാണ് വജൈനയെ കൂടെ നേരെ വെളിയിലോട്ട് വരും. അതിനെയാണ് നമ്മൾ അത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ അത്രയും സ്റ്റേജാണ് മെൻസ്ട്രുവൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസ് നടന്നുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കുലാർ ഫേസ് ആണ്. അപ്പം മെൻസ്ട്രുവേഷൻ നടന്നതിന് ശേഷം അപ്പം മെൻസ്ട്രുവേഷൻ നടക്കാനായിട്ട് ഏകദേശം ഒരു 28 ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പം മെൻസ്ട്രുവേഷൻ നടന്നതിന് ശേഷം അടുത്ത 8 to 12 ഡേയ്സിനുള്ളിൽ അടുത്ത ഓവറിക്കകത്ത് എന്ത് നടക്കും? ഊജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഓക്കെ, ഊജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നിട്ട് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ്ഗ് ഉണ്ടായിട്ട് ആ എഗ്ഗ് നേരെ ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്യും. അത് മെൻസ്ട്രുവേഷൻ നടന്ന അടുത്ത 8 to 12 ഡേയ്സിനുള്ളിലാണ്. അപ്പം മെൻസ്ട്രുവേഷൻ നടന്ന അടുത്ത 8 to 12 ഡേയ്സിനുള്ളിൽ അടുത്ത ഓവറിക്കകത്ത് ഊജനിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫീമെയിൽ ഗമേറ്റ് ആയിട്ടുള്ള എഗ്ഗ് അത് ഓവം ഉണ്ടാവും. എന്നിട്ട് ആ ഉണ്ടാകുന്ന ഓവം 12 ഡേയ്സ് അങ്ങോട്ടാകുമ്പോൾ അത് നേരെ ഓവറിൽ നിന്ന് നേരെ ഓവിഡക്റ്റിലോട്ട് റിലീസാകുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് LH ഉം FSH എന്ന് പറയുന്ന 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് LH, FSH എന്ന് പറയുന്ന 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഈ FSH എന്ന് പറയുമ്പം ഈ ഓവറിക്കകത്ത് എഗ്ഗ് ഉണ്ടാകുമ്പം ഈ ഓവത്തിനെ സറൗണ്ട് ചെയ്ത് ചില സെല്ലുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫോളിക്കിൾ സെൽസ് എന്ന് പറയുന്നത്. ഈ ഫോളിക്കിൾ സെല്ലുകളെ വന്നിട്ട് FSH എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് ഈ ഫോളിക്കിൾ സെല്ലുകളെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, FSH എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോളിക്കിൾ സെൽസിൽ നിന്നാണ് ഒന്നാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? അതിനുശേഷം ഫോളിക്കിൾ സെല്ലുകൾ റപ്ചർ ചെയ്യും. റപ്ചർ ചെയ്ത് കഴിയുമ്പം ഓവം നേരെ ഫോളിക്കിൾ സെൽസിനകത്തുനിന്ന് വെളിയിലോട്ട് തള്ളും. അത് ഓവറിൽ തന്നെ കിടക്കും. കണ്ടല്ലോ? എന്നിട്ട് ഏകദേശം 12 ഡേയ്സ് ആകാറാകുമ്പോഴാണ് ഈ ഓവറിൽ നിന്ന് നേരെ എഗ്ഗ് ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ യൂട്രസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ സെൽ ഡിവിഷൻ നടന്ന് പുതിയ സെൽസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഓവിഡക്റ്റിൻ്റെയും അതുപോലെ യൂട്രസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ പ്രോളിഫറേഷൻ നടന്ന് പുതിയ സെൽസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ യൂട്രസും അതുപോലെ ഓവിഡക്റ്റും എന്താണ് പഴയതുപോലെ അത് റിപ്പയർ ഒക്കെ നടന്ന് പുതിയ സെൽസ് ഫോം ചെയ്തിട്ട് അതായത് പ്രോളിഫറേഷൻ നടന്ന് പഴയ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നടക്കുന്ന ഈ ഒരു സ്റ്റേജാണ് ഏത്? ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. അതിനുശേഷം പിന്നെ നടക്കുന്നത് അത് ഏകദേശം 8 to 12 ഡേയ്സ് മെൻസ്ട്രുവേഷൻ നടന്ന് 8 to 12 ഡേയ്സിനുള്ളിൽ ഇത്രയും പ്രോസസ്സ് അവിടെ നടന്നിരിക്കും. ആ നടക്കുന്ന സ്റ്റേജാണ് ഫോളിക്കുലാർ ഫേസ്. ഓക്കെ, എന്നിട്ട് 12ാമത്തെ ദിവസം ഓവറിൽ നിന്ന് നേരെ ഓവിഡക്റ്റിലോട്ട് എഗ്ഗ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഓവം 4 to 6 ഡേയ്സോളം ഓവിഡക്റ്റ് കൂടെ വളരെയധികം സ്ലോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ആ സമയത്താണ് മെയിൽ ഗമേറ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് നേരെ വന്നിട്ട് യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്യുകയാണ്.
കണ്ടല്ലോ. അപ്പോൾ ഓവറിൽ നിന്ന് ഓവം ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് 4 to 6 ഡേയ്സോളം ഓവിഡക്റ്റ് കൂടെ വളരെ സ്ലോ ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ അത് പോയി യൂട്രസിനകത്ത് ഫിക്സ് ചെയ്യുന്നു. അത്രയും സ്റ്റേജിനെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓവുലേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഓവറിൽ നിന്ന് ഓവിഡക്റ്റിലോട്ട് എഗ്ഗ് റിലീസ് ചെയ്യുക, അതിനെയാണ് ഓവുലേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം ആ 12 തൊട്ട് 18 വരെ 12 to 18 ഡേയ്സ് ആണ്. അപ്പം കറക്റ്റ് 12ാമത്തെ ദിവസമാണ് ഓവറിൽ നിന്ന് നേരെ ഓവിഡക്റ്റിലോട്ട് തള്ളുന്നത്, എഗ്ഗ് ഓവിഡക്റ്റിലോട്ട് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് ഓവിഡക്റ്റിൽ കൂടെ 4 to 6 ഡേയ്സോളം ഓവിഡക്റ്റിൽ കൂടെ മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് ഈ ഓവിഡക്റ്റിൻ്റെയും യൂട്രസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ സെൽ ഡിവിഷൻ നടന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്ന് അത് പ്രോളിഫറേഷൻ നടന്ന് അത് പഴയ അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അത് ഏകദേശം ഒരു 18 ദിവസം വരെ 12 തൊട്ട് 18 ദിവസം വരെ വരും. ആ 12 തൊട്ട് 18 ദിവസം വരെ നടക്കുന്ന അത്രയും സ്റ്റേജിനെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് യൂട്രസിൽ വന്ന് ഫിക്സ് ചെയ്തു. ഓക്കെ. അതിനുശേഷം ഈ ഫോളിക്കിൾ സെല്ലുകൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ LH എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് LH എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. എന്നിട്ട് ഈ കോർപ്പസ് ലൂട്ടിയത്തെ LH എന്ന് പറയുന്ന ഹോർമോൺസ് വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറാൻ സഹായിക്കുന്നതും LH ആണ്. എന്നിട്ട് കോർപ്പസ് ലൂട്ടിയത്തെ LH തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് രണ്ടാമത്തെ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടല്ലോ. അപ്പം 18 കഴിഞ്ഞ് പിന്നെ അടുത്ത 18 കഴിഞ്ഞ് പിന്നെ വരുന്ന 18 തൊട്ട് 28 ദിവസം വരെ 18 തൊട്ട് 28 ദിവസം വരെ ഇത് ഈ എഗ്ഗ് എന്ത് ചെയ്യും, യൂട്രസിനകത്ത് യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ കിടക്കുക. എന്നിട്ട് 28ാമത്തെ ദിവസം ആകാറാവുമ്പോഴാണ് ഈ ഓവിഡക്റ്റിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ പതുക്കെ ഫ്ലേക്ക് ഓഫ് ചെയ്യും. അതുപോലെ വീണ്ടും യൂട്രസിൻ്റെ ഇന്നർ വാൾസിലുള്ള സെല്ലുകൾ ഫ്ലേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എഗ്ഗ് 28ാമത്തെ ദിവസത്തിൻ്റെ എൻഡായി കഴിയുമ്പോൾ എഗ്ഗും ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും അത് ദ്രാവക രൂപത്തിൽ വജൈനയിലൂടെ വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എഗ്ഗ് ബേസ്റ്റ് ചെയ്യുന്നിടം വരെയുള്ള അത്രയും പ്രോസസ്സിനെയാണ് ആ 28ാമത്തെ ദിവസം എഗ്ഗ് ബേസ്റ്റ് ചെയ്യുന്നിടം വരെയുള്ള അത്രയും സ്റ്റേജിനെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നറിയപ്പെടുന്നത്. എന്നിട്ട് ലൂട്ടിയൽ ഫേസിൻ്റെ 28 ഡേയ്സിൻ്റെ എൻഡ് അങ്ങോട്ടായ അപ്പോൾ 28 ദിവസം വരെയുള്ള ആ 18 തൊട്ട് 28 ദിവസം വരെ നടക്കുന്ന ഇത്രയും പ്രോസസ്സാണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിലാണ് ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുന്നതും കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഓക്കെ. അപ്പോൾ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഫോളിക്കുലാർ ഫേസിലാണ്. ഓക്കെ. പിന്നെ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൂട്ടിയൽ ഫേസിലാണ്. ഇത് രണ്ടും ഓർമ്മ വെച്ചോണം. LH FSH പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫോളിക്കുലാർ ഫേസിലാണ്. എന്നിട്ട് ഫോളിക്കിൾ സെല്ലുകളെ FSH വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് ഫോളിക്കുലാർ ഫേസിലാണ്. പിന്നെ LH ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറുന്നതും കോർപ്പസ് ലൂട്ടിയത്തെ LH വന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൂട്ടിയൽ ഫേസിലാണ്. അപ്പം 28ാമത്തെ ദിവസത്തിൻ്റെ എൻഡ് അങ്ങോട്ടായി കഴിയുമ്പോൾ ഇതെല്ലാം എഗ്ഗ് ബേസ്റ്റ് ചെയ്യും, സെല്ലുകൾ ഫ്ലേക്ക് ഓഫ് ചെയ്യും. ഓവിഡക്റ്റിൻ്റെയും യൂട്രസിൻ്റെയും വാൾസിലുള്ള സെല്ലുകളെല്ലാം ഫ്ലേക്ക് ഓഫ് ചെയ്യും, എഗ്ഗ് ബേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഫ്ലൂയിഡ് രൂപത്തിൽ വെളിയിലോട്ട് വരികയാണ്. ആ വെളിയിലോട്ട് വരുന്ന സ്റ്റേജാണ് ഏത് 28 ഡേയ്സിൻ്റെ എൻഡായി കഴിയുമ്പോൾ മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയും. കണ്ടോ, 28 ഡേയ്സിൻ്റെ എൻഡായി കഴിയുമ്പോൾ അതെല്ലാം കൂടെ ദ്രാവക രൂപത്തിൽ വെളിയിലോട്ട് വരും. അതാണ് ഒന്നാമത്തെ മെൻസ്ട്രുവൽ ഫേസ്. ഓക്കെ. അപ്പം ഈ എഗ്ഗ് ബേസ്റ്റ് ചെയ്യുന്നിടം വരെയുള്ള അത്രയും 18 തൊട്ട് 28 ദിവസം വരെ നടക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. അതിനെയാണ് നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ.
അപ്പം ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് തെറ്റാതെ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തെറ്റാതെ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മെൻസ്ട്രുവൽ സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കിക്കോണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യനെങ്കിലും അല്ലെങ്കിൽ വൺ വേർഡ് പോലെ എഴുതാനുള്ള ക്വസ്റ്റ്യനെങ്കിലും ഇതിൽ നിന്ന് ഉറപ്പായിട്ട് കയറി ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും അതിനകത്തിൽ ഇതേണ്ട കണ്ടോ, നമ്മുടെ ഈ LH ഉം FSH എന്ന് പറഞ്ഞ ഈ 2 ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫീമെയിലിലും മെയിലിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫീമെയിലിലെ LH-ൻ്റെയും FSH-ൻ്റെയും റോള് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. FSH-ഉം LH-ൻ്റെയും റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ് FSH LH. അപ്പോൾ അതിനകത്ത് ഫീമെയിലിനകത്ത് FSH-ൻ്റെയും LH-ൻ്റെയും റോൾ ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫോളിക്കിൾ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് FSH ആണ്. പിന്നെ ഫോളിക്കിൾ സെല്ലുകൾ ട്രാൻസ്ഫോം ചെയ്ത് കോർപ്പസ് ലൂട്ടിയായിട്ട് മാറാനും കോർപ്പസ് ലൂട്ടിയത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ്? LH ആണ്. ഫോളിക്കിൾ സെല്ലുകളെ, അതാണ് ആ FSH-ൻ്റെ പേര് തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ്. ഫോളിക്കിൾ സെല്ലുകൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുമ്പം ഒരെണ്ണേ ഉള്ളൂ, ആര്? ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റെറോൺ ആണ്. ഇനി നമുക്ക് ഈ മെയിലിലെ FSH-ൻ്റെയും LH-ൻ്റെയും റോൾ എന്താണെന്ന് നോക്കാം. അതാണ് നമ്മൾ ഈ ഹോർമോണൽ കൺട്രോൾ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണാണ് LH-ഉം FSH-ഉം. അപ്പം ഇത് ഇനി മെയിലിൽ സെക്രീറ്റ് ചെയ്യുന്ന ഈ LH-ൻ്റെ FSH-ൻ്റെ ഹോർമോണൽ കൺട്രോൾ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം മെയിലിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് LH-ഉം FSH-ഉം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ LH FSH നേരെ മെയിൽ സെക്സ് ഓർഗനായിട്ടുള്ള ടെസ്റ്റിസിലാണ് വരുന്നത്. എന്നിട്ട് ടെസ്റ്റിസിനകത്ത് വന്നിട്ട് ഇത് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിനകത്ത് കോയിൽഡായിട്ടുള്ള കുറേ ട്യൂബുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെയാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബിൾസ് പറയുന്നത്. സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ഈ ലേഡിക് സെൽസ്. പിന്നെ അതുകൂടാതെ സ്പേം വെളിയിലോട്ട് വരാൻ സഹായിക്കുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്, അതിനെ സർട്ടോളി സെൽസ് എന്ന് പറയും. പിന്നെ സ്പേം ഉണ്ടാകാൻ സഹായിക്കുന്ന സെല്ലുകളാണ് ജേം സെല്ല്. ഇങ്ങനെ 3 ടൈപ്പിലുള്ള സെല്ലുകളാണ് നമുക്ക് ടെസ്റ്റിസിനകത്ത് കാണാൻ കഴിയുന്നത്. അതിൽ ഈ ലേഡിക് സെൽസ് എന്ന് പറയുമ്പോഴത്തേനും ഈ ആൻഡ്രോജൻ LH വന്നിട്ട് ഈ സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഇന്നർ വാൾസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് കാണപ്പെടുന്ന ലേഡിക് സെല്ലുകളെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലേഡിക് സെല്ലിൽ നിന്നാണ് മെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ, അതായത് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാകുന്ന പ്രോസസ്സ്, അതാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെയും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, അതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ 2 ഫംഗ്ഷനാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. ഒന്ന് സ്പെർമാറ്റോജെനിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, 2 റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്, സ്പേം വെളിയിലോട്ട് വരുന്ന അനേകം ചെറിയ ട്യൂബുകളാണ്, അതിനെയാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ആര്? ടെസ്റ്റോസ്റ്റെറോൺ. ഇനി FSH എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണപ്പെടുന്ന വേറൊരു സെല്ലാണ് ആര്? സർട്ടോളി സെൽസ്. സർട്ടോളി സെൽസിലൂടെയാണ് മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പേംസ് വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ FSH വന്നിട്ട് സർട്ടോളി സെല്ലുകളെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. സർട്ടോളി സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ സർട്ടോളി സെൽസിൽ നിന്ന് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ചില
ഫാക്ടേഴ്സ് ഈ സെർട്ടോളി സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫാക്ടേഴ്സാണ് സ്പെർമിയോജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്പെർമിയോജനിസിസ് എന്ന് പറയുമ്പോൾ എന്തോ ഓവൽ ഷേപ്പിലുള്ള സ്പെർമാറ്റിഡ്സ് ഓരോന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഹെഡും ടെയിലോടും കൂടിയ ഫങ്ഷണൽ സ്പേമായിട്ട് മാറുക. ആ പ്രോസസ്സിനെ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് സെർട്ടോളി സെൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫാക്ടേഴ്സാണ് സ്റ്റിമുലേറ്റ് സ്പെർമിയോജനിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ FSH വന്നിട്ട് സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് സെർട്ടോളി സെൽസിൽ നിന്ന് സ്പെർമിയോജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ചില ഫാക്ടേഴ്സ്, ചില പ്രോട്ടീൻ മോളിക്യൂൾസ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അവർ വന്നിട്ട് സ്പെർമിയോജനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് അതുകൂടാതെ സെർട്ടോളി സെൽസിൽ നിന്ന് ഇൻഹിബിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഹോർമോൺ കൂടി ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആര്? സെർട്ടോളി സെൽസ്. ഇൻഹിബിൻ എന്നറിയപ്പെടുന്ന ഒരു ഹോർമോൺ കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബിൽ നിന്ന് LHഉം FSHഉം പ്രൊഡ്യൂസ് ചെയ്യും. LHൻ്റെ FSHൻ്റെ അളവ് ബ്ലഡിനകത്ത് നോർമലായി കഴിയുമ്പോൾ ഈ ഇൻഹിബിൻ വന്നിട്ട് ആൻറ്റീരിയർ ലോബിലുള്ള സെല്ലുകളെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്നുള്ള ഈ രണ്ട് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇപ്പം മെയിലിലും ഫീമെയിലിലും സെക്രീറ്റ് ചെയ്യുന്ന LHൻ്റെയും FSHൻ്റെയും റോള് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യനായിട്ട് കയറി വരുന്നതാണ്. മനസ്സിലായി? മെയിലിലെയും ഫീമെയിലിലും LHൻ്റെയും FSHൻ്റെയും രണ്ട് മെയിലിലും ഫീമെയിലിലും ഒരേപോലെ സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് LHഉം FSHഉം. അപ്പം ഇതിൻ്റെ രണ്ടിടത്തുമുള്ള ആ റോള് ഫങ്ഷൻസ് എന്താണെന്നുള്ള കാര്യം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ആ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആ ചാർട്ടാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, ഓവിഡക്റ്റിനകത്ത് വെച്ചാണ്. മെയിൽ ഗമേറ്റായിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗമേറ്റായിട്ടുള്ള എഗ് കൂടെ ഓവിഡക്റ്റിനകത്ത് വെച്ച് ഫ്യൂസ് ചെയ്യും. അത് രണ്ടുകൂടെ കൂടിച്ചേർന്ന് ഒന്നാകും. ആ ഒന്നാകുന്ന പരിപാടിയാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫീമെയിൽ ഗമേറ്റ് നമ്മൾ പറഞ്ഞ പേരെന്താ? സൈഗോട്ട് എന്ന് പറയും. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട്. എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഫീമെയിൽ ഗമറ്റ് എന്ന് പറയുമ്പം ആരാണ്? എഗ് അഥവാ ഓവോ ആണ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? പിന്നെ ഈ ഓവത്തിന് നമ്മൾ പറഞ്ഞ പേര് സൈഗോട്ട് എന്ന് പറയും. ഓവോ എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡാണ്, സൈഗോട്ട് ഡിപ്ലോയിഡാണ്. ഓക്കെ, ഈ സൈഗോട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ലാണ്. കണ്ടോ? സൈഗോട്ട് സിംഗിൾ സെല്ലാണ്. അതിനകത്തിൽ ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്ത് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയായിട്ട് ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ അതിനെ രണ്ടിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ആര് വരും? സെൽ മെമ്പറൈൻ വരും. അപ്പോൾ അതെന്തായിട്ട് മാറും? സെല്ലായിട്ട് ഇങ്ങനെ മാറും. കണ്ടോ? അപ്പോൾ സൈഗോട്ടിൻ്റെ അടുത്ത സ്റ്റേജിൽ അത് രണ്ട് സെല്ലുകൾ അടങ്ങിയിരിക്കുന്ന സ്റ്റേജിലേക്ക് അങ്ങ് എത്തും. അതിനെയാണ് 2 സെൽഡ് ബ്ലാസ്റ്റോമിയ എന്ന് പറയും. എന്നിട്ട് ഈ രണ്ട് സെല്ല് പിന്നെ ഡിവൈഡ് ചെയ്ത് 4 ആവും. അതിനെ 4 സെൽഡ് ബ്ലാസ്റ്റോമിയ എന്ന് പറയും. 4 പിന്നെ 8 ആവും. അതിനെ 8 സെൽഡ് ബ്ലാസ്റ്റോമിയ എന്ന് പറയും. 8 പിന്നെ 16 സെല്ലുകൾ അടങ്ങിയ സ്റ്റേജിലേക്ക് എത്തും. അതിനെ 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ. 16 സെൽഡ് ബ്ലാസ്റ്റോമിയറിന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ്, അതിന് ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് മോറില്ല എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ മോറിലയ്ക്കകത്തിലെ 16 സെല്ലുകൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്ന് ധാരാളം സെല്ലുകളായിട്ട് മാറിയിട്ട് ഈ സെല്ലുകൾ ധാരാളം സെല്ലുകളായിട്ട് മാറിയതിന് ശേഷം അതിനകത്തിലെ കുറേ സെല്ലുകൾ കൂടിച്ചേർന്ന് താഴെ ഇങ്ങനെ കൂടിച്ചേർന്നൊരു ലെയറായിട്ട് ഇങ്ങനെ മാറും. ഈ ലെയറിന് പറഞ്ഞ പേരാണ് എൻഡോഡേം എന്ന് പറയും. കണ്ടോ? ആദ്യം എൻഡോഡേം എന്ന് പറയുന്നൊരു സിംഗിൾ ലെയർ ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ്. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മോറിലേക്ക് പിന്നെ നമ്മൾ പറയുന്ന പേര് ബ്ലാസ്റ്റുല എന്ന് പറയും. ഓക്കെ, ബ്ലാസ്റ്റുലയുടെ അടുത്ത സ്റ്റേജിൽ ഇതിൻ്റെ ഇടയ്ക്ക് നടുക്ക് മറ്റൊരു ലെയറും ഉണ്ടാവും. ഇതിനെ മിഡിൽ മീസോഡേം എന്ന് പറയും. ഏറ്റവും പുറമേ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ ഔട്ടർ എക്ടോഡേം എന്ന് പറയും. ഓക്കെ, അങ്ങനെ 3 ലെയർ ഉടലെടുക്കും. അങ്ങനെ 3 ലെയറുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലാസ്റ്റുലയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഗ്യാസ്റ്റുല എന്ന് പറയും. ബ്ലാസ്റ്റുല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറ്റ ലെയറേ വരത്തുള്ളൂ. മോറിലയുടെ അടുത്ത സ്റ്റേജിൽ അതിനകത്ത് എൻഡോഡേം എന്ന് പറയുന്ന ഒരു ലെയർ മാത്രം ഡെവലപ്പ് ചെയ്യും. അതാണ് ബ്ലാസ്റ്റുല. പിന്നെ ബ്ലാസ്റ്റുലയുടെ അടുത്ത സ്റ്റേജിൽ
2 ലെയർ കൂടെ, ഏറ്റവും പുറമേ ഒരു ലെയർ എക്ടോഡൻ, നടുക്ക് വേറൊരു ലെയർ അത് മീസോഡൻ, ഈ 2 ലെയർ കൂടെ ഉടലെടുക്കും. അപ്പം മൊത്തത്തിലൊരു 3 ലെയർഡ് സ്ട്രക്ചറിലേക്ക് അങ്ങ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് 3 ലെയറോട് കൂടിയ ഒരു സ്ട്രക്ചറിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞ പേരാണ് ഗ്യാസ്റ്റുല എന്ന് പറയും. കണ്ടല്ലോ, ഗ്യാസ്റ്റുല ഫോം ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും, ആദ്യം ഈ ഓരോ ലെയറിൽ നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഓർഗൻ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഈ 3 ലെയറിൽ നിന്നും നമ്മുടെ പ്രധാനപ്പെട്ട ഓരോ ഓർഗൻ സിസ്റ്റങ്ങളുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്. അത് ഈ എക്ടോഡൻ ലെയറിൽ നിന്നാണ് നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് ന്യൂറിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഓർഗൻ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഓർഗൻ സിസ്റ്റങ്ങളും ഈ ഓരോ ലെയറിൽ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജാണ് ഓർഗാനോജെനിസിസ് എന്ന് പറയും. ഓക്കെ, അവസാനം ഓർഗാനോജെനിസിൻ്റെ അവസാനം ഓർഗൻ സിസ്റ്റങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്നിച്ച് കൂടിച്ചേർന്നൊരു ഓർഗാനിസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ ചാർട്ട് ഇതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനായിട്ട് ചോദിക്കാം. അതുകൂടാതെ ഈ ചാർട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും 1 വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷനകത്ത് ഞാൻ ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഉറപ്പായിട്ട് ചോദിക്കുന്ന കുറേ സംഭവങ്ങളാണ്, ടോപ്പിക്സാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞത്. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇനി അഡീഷണലായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ടോപ്പിക്സ് എല്ലാം ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.